നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. താനൂരിൽ UDFന് ചരിത്ര വിജയം. കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിച്ചത് ഇരട്ടി ശക്തിയോടെ. 27,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിദ്യാർത്ഥി നേതാവായ PK നവാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ പോലും ഇടതു മുന്നണിക്ക് മുന്നേറാൻ കഴിഞ്ഞിരുന്നില്ല. ജനം നൽകിയ വലിയ അംഗീകാരമാണിതെന്ന് PK നവാസ് പ്രതികരിച്ചു. കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിച്ചത് ഇരട്ടി ശക്തിയോടെയാണ്. 27,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിദ്യാർത്ഥി നേതാവായ PK നവാസ് താനൂരിൽ നിന്നും വിജയിച്ചത്. കഴിഞ്ഞ തവണ താനൂർ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് 3515 വോട്ടുകളാണ്. എന്നാൽ ഇത്തവണ അത് 10,000-ന് മുകളിലെത്തിയതോടെയാണ് വിജയത്തിന് കൂടുതൽ തിളക്കം വന്നത്. താനാളൂരിലും ഒഴൂരിലും നിറമരുതൂരിലും ചെറിയമുണ്ടത്തും പൊന്മുണ്ടത്തുമെല്ലാം പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ UDFന് നേടാനായി. 2016-ലാണ് ലീഗിന്റെ ഉറച്ചക്കോട്ടയായ താനൂർ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച V അബ്ദുറഹ്മാനിലൂടെ നഷ്ടമായത്. 2021-ൽ അബ്ദുറഹ്മാൻ നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്തി. 2 തവണയും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണ ശക്തമായ പ്രചരണമാണ് നടത്തിയിരുന്നത്. വിദ്യാർത്ഥി നേതാവായ PK നവാസിനെ തന്നെയാണ് UDF ഒരു ഘട്ടത്തിൽ പോലും ഇടതുമുന്നണിക്ക് മുന്നേറാൻ കഴിഞ്ഞിരുന്നില്ല. ജനം നൽകിയ വലിയ അംഗീകാരമാണെന്ന് PK നവാസ് പ്രതികരിച്ചു. സന്തോഷകരമായ സാഹചര്യമാണ്. തീർച്ചയായും ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഈ താനൂരിലെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്.